തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടിൽ സർപ്പ ടീം നടത്തിയ പരിശോധനയിലും പാമ്പുകളുടെ ഉറവിടം കണ്ടെത്താനായില്ല. ബാത്റൂമിൽ പാമ്പ് കയറാനിടയുള്ള ഭാഗം സീൽ ചെയ്യാനാണ് തീരുമാനം. തുടർച്ചയായി പാമ്പുകളെ കണ്ട സാഹചര്യത്തിൽ ചികിത്സയിലുള്ള ഇളയ മകനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഭയമാണെന്ന് മാതാപിതാക്കൾ. കഴിഞ്ഞയാഴ്ചയാണ് കോടാലിയിലെ 2 സഹോദരങ്ങളെ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിനകത്ത് വെച്ച് പാമ്പ് കടിച്ചത്. ഇതിൽ 8 വയസ്സുകാരൻ മരിച്ചിരുന്നു. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ വീടിനകത്ത് വിഷപ്പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തി. വീട്ടുകാർക്ക് വീട് ഒഴിയേണ്ടി വന്നു. ഇതിനെ തുടർന്ന് വനംവകുപ്പ് പാമ്പിന്റെ ഉറവിടം കണ്ടെത്താൻ വീടിന്റെ തറയുടെ ഒരു ഭാഗവും ബാത്റൂമും പൊളിച്ചു. എന്നാൽ പാമ്പിനെയോ പാമ്പിൻ മുട്ടയുടെ അവശിഷ്ടങ്ങളോ കണ്ടെത്താനായില്ല. ഈ പൊളിച്ചു നോക്കിയപ്പോൾ ഹോള് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റ് ചെയ്യാത്ത കൊണ്ട് കല്ല് ലോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പൊളിച്ചു നോക്കാന്നല്ലാണ്ട്. തറയുടെ ഉൾഭാഗങ്ങളിൽ നിരവധി അറകൾ ഉള്ളതായി കണ്ടെത്തി. ഈ പ്രദേശങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് സീൽ ചെയ്തു. വരും ദിവസങ്ങളിലും നിരീക്ഷണം തുടരും. പാമ്പുകൾ ഒഴിവായി സുരക്ഷിതമായ സാഹചര്യത്തിൽ മാത്രമേ വീട്ടിൽ താമസം ഇനിയുണ്ടാകൂ. കൂട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇത്തിരി ആശങ്കയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 5 ഒരു സ്ഥലത്ത് നിന്നല്ലേ കാണണം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും വീണ്ടും പരീക്ഷിക്കാൻ പറ്റില്ല. ഒരാളെ പോയി ഇനി പരീക്ഷണത്തിന് നിൽക്കില്ല. റിപ്പോർട്ടർ, തൃശൂർ.